തോമസ് അത് എടുക്ക്. എന്ത്? അത് എടുക്കടാ. അതെടുക്കാനാ പറഞ്ഞത്. എന്താടാ? ഓടിക്കോ ഓടിക്കോ. ആരടവൻ? എന്ത് ചോദിച്ചാലും അറിയില്ല അറിയില്ല എന്ന് പറയണ. കത്തി കൊണ്ട് കുത്തിയിരിക്കുന്നു, രണ്ടിടത്ത് മുറിവുണ്ട്. ആരടവൻ? ഏത് ഏരിയ വന്നവനാ? നിനക്കറിയോ ഇല്ലയോ? അത് പുതിയങ്ങാടി. ആര്? ഷാജിയോ? അവൻ ഉടനെ വിളിക്കടാ. അവൻ അത്രയ്ക്ക് ധൈര്യമോ? അത് തിരു നമ്മുടെ ആളാണെന്ന് അയാൾക്കറിയില്ലണ്ണ. പിന്നെന്താ പ്രശ്നം? നമ്മളിൽ ഒരാളാണ് അടിച്ചിട്ടിരിക്കണേ, അതും തിരുവിനെ. അതും കണ്ടോണ്ട് ഞാൻ വെറുതെ നോക്കി നിൽക്കണ. എന്താ കാര്യം ഒന്ന് പറഞ്ഞ് തുലക്കടാ. അത് വന്ന് അത് പിന്നെ പറയടാ. ഒന്നുമില്ലണ്ണ, തോമസ് കുടിച്ച് ബോധമില്ലാണ്ട് ഒരു പെണ്ണിന്റെ കൈ കയറി പിടിച്ചു. അതാണ. എല്ലാം സോൾവ് ചെയ്യണ. ഞാൻ നോക്കിക്കോളാം. എല്ലാം സോൾവ് ചെയ്യണ. ഞാൻ നോക്കിക്കളാണ്. ഓ, എന്തിനാടാ ഇങ്ങനെ നാണം കെടുത്തണേ? ശരി ശരി, തിരുവിന് വല്ല കാശിനും ആവശ്യമുണ്ടെങ്കിലേ വീട്ടിൽ വന്ന് വാങ്ങിച്ചു. ശരിയണ്ണ. ഹലോ. ഇതെന്റെ അമ്മയാ. അമ്മേ, ഇതാ എന്നെ ഹോസ്പിറ്റലാക്കിയത്. മോളെ, ഇതിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? നോ, ഞാൻ കാരണം അങ്ങനെ ആയത്. ഞാനാ താങ്ക്സ് പറയേണ്ടത്. ശരിക്കും എന്താ നടന്നറിയോ? എന്താ നടന്നത്? പിന്നെ ഇതെന്റെ സിസ്റ്റർ, പേര് കവിത. ഹലോ. ഹായ്. ഇവരെയൊക്കെ തനിക്ക് നേരത്തെ അറിയാലോ. ഹലോ. തിരു അളിയ, എനിക്കും തോമസിന് അത്യാവശ്യം ഒരു പണിയുണ്ട്. കവിത, നീ അമ്മയും കൂട്ടിയിട്ട് തോമസ് വാടാ. വാ. എടുക്കാൻ പോവാമേ. നീ പോടി, ഞാൻ ഇവിടെ നിൽക്കാം. മാമേ, എന്താ ഇവിടെ ബഹളം? ഒരാളെ മാത്രം എഴുതിട്ട് ബാക്കിയെല്ലാം വെളിയിൽ പോയിക്കേ. ഇരിക്കൂ. ഇപ്പോഴും വേദനയുണ്ടോ? ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ നിങ്ങളോട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ഇല്ല, എൻ്റെ പേരിലാ തെറ്റ്. താൻ പോകുന്നിടത്തൊക്കെ ആരാണെങ്കിലും ഒരു ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് മുറിഞ്ഞാലും തല ഇറങ്ങിപ്പോവും. ഇന്നലെ അത്രയ്ക്ക് രക്തം. എങ്ങനെ നിങ്ങള് പേടിയില്ലേ? റോഡില് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചാൽ തന്നെ നമ്മൾ ഒരുമാതിരി ആയിപ്പോവും. നിങ്ങൾ എങ്ങനെ നട റോഡില്? ഓഫ് കോഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആയത്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് എനി ഡിഫറൻസ്. നിങ്ങൾക്കും ആ റൗഡി പയ്യന്മാർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. അവരും കാശ് വാങ്ങിയിട്ട് അടിക്കുന്നേ, നിങ്ങളും. ഐ എം സോറി. എനിക്കൊരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് തന്നെ വലിയ വിഷമാ. അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിയത് അല്ലല്ലോ. നിങ്ങൾക്ക് എത്ര കൈൻഡായിട്ടുള്ളൊരു അമ്മയുണ്ട്, വളരെ അഴകുള്ള സിസ്റ്റർ. നിങ്ങൾ എന്താ പിന്നെ ഇങ്ങനെ? ഇതിൽ എന്തിനാ നിങ്ങളോട് പറയുന്നറിയോ? അറിയില്ല എന്തിനാ പറയുന്നെന്ന്. ബട്ട് ഒന്ന് മാത്രം അറിയാം, നിങ്ങൾ മാറിയ നിങ്ങളുടെ അമ്മ സന്തോഷിക്കില്ലേ? അനിയത്തി സന്തോഷിക്കില്ലേ? എന്തിന്, ഞാൻ പോലും സന്തോഷിക്കില്ലേ?
എന്താടാ ചെയ്തേ? എന്താ പെട്ടെന്നൊരു മാറ്റം? നിന്റെ അമ്മ പറഞ്ഞോ മാറാൻ? അതോ അനിയത്തി പറഞ്ഞോ? എങ്ങനെ വന്നു പുതിയ വെളിപാട്? ഏതോ ഒരു പെണ്ണ് വന്ന് കസബസ് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ അവന്റെ ഒരു ബോധോദയം. എന്നേലും പറയടാ. നമുക്ക് ആരാ മാസം തോറും ശമ്പളം തരുന്നേ? അണ്ണാച്ചി മാത്രമേ തരുള്ളൂ. ശമ്പളം മാത്രമല്ല, മാരുതി വാൻ തന്നു. അയാൾ മാരുതി വാൻ എന്തിനാ പറയണേ? അയാൾ പറഞ്ഞ അപ്പൊ തന്നെ പോയി അടിക്കാൻ. നമ്മളൊന്നും വെറുതെ അല്ല കാശ് മേടിക്കുന്നേ. ജീവൻ പണയം വെച്ചല്ല അയാൾ പറയണമൊക്കെ ചെയ്യണേ. ആരെങ്കിലും ഒരുത്തം നമ്മളെ തട്ടുന്നുള്ള ഉറപ്പാ. അന്ന് അയാൾ എന്ത് ചെയ്യും? ഒരു റീത്ത് വെച്ചിട്ട് വീട്ടിൽ 10,000 രൂപയും കൊടുക്കും. അപ്പോൾ അയാൾക്കൊരു ഫോൺ വരും. ഹലോ, പറയേ, ചെയ്തേക്കാം, അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞവൻ്റെ പാട്ടിനാവും പോവും. എൻ്റെ ചേച്ചി ആശുപത്രി കിടന്നപ്പോൾ അണ്ണനാണോടാ കാശ് തന്നത്? നമ്മുടെ തിരുവട തന്നത്. ഏതെങ്കിലും പരിചയക്കാർ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂടാ കൂലിത്തല്ലാണെന്ന്. വേറെ ജോലി ചെയ്യാനല്ലേ ആ പെണ്ണ് പറഞ്ഞത്. അത് ശരിയാ. അതേടാ, ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് നിർത്താം. എടാ തരൂ, ഇപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ജോലി നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വിട്ടറാ. നിന്നോട് വിടാൻ പറഞ്ഞില്ലോ. നീ അണ്ണനെ പിടിച്ച് തൂങ്ങിക്കിടന്നോ? ഞാൻ ചെയ്തു തരാന്നേ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ആ എടാ രാജാ, എവിടെടാ തിരു? അവനെ കാണാനേ ഇല്ല. അവനെയും കാണാനില്ല, അവൻ്റെ ആളുകളെയും കാണാനില്ല. എല്ലാവരും കൂടി ചേർന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് ആരംഭിച്ചോ? നീ പോയി തിരുവിനെ വിളിച്ചോണ്ട് വാ. തിരു ഇനി ഇവിടെ വരില്ല. എന്താ വരാത്തെ? കാശ് കൂടെ പറയാം. ഇപ്പൊ പറയുന്നില്ലോടാ. കയ്യിലെ കാശ്, വായിലെ ദോശ. എടാ രാജാ, ഇങ്ങോട്ട് വാടാ. കാശില്ലാത്തോണ്ട് അവൻ പറയാണ്ടിരിക്കണ്ട. ഇതുകൊണ്ട് കൊടുത്ത് തൊലക്ക്. ഇനി പറയടാ. തിരുവിനെ ഞാൻ കണ്ടു. എവിടെ? നിന്റെ അങ്കിൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഇനി ആരെ കാണിച്ചാലും എന്റെ കണ്ണ് ശരിയാകാൻ പോകുന്നില്ല. ആന്റി, ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ? ഇത് വേറെ ഡോക്ടറാ, മണിപ്പാൽ ഐ ഹോസ്പിറ്റലിന്റെ ചീഫ്. എത്ര കഷ്ടപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിയെന്നറിയോ? എന്താ? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയ ഇങ്ങോട്ട് നോക്കി. തിരു ലേറ്റ് ആവുന്നു ചാരു. ടൈം ആയി, വാടി. എപ്പോഴും ഇവിടെ തന്നെ കാണോ? അതെ, വാടി. തുടച്ചോളൂ. ഫ്രഷ് ആവട്ടെ. വാ ചാരു. ചാരു വാ. വാടി. എപ്പോഴാ മോളെ വന്നേ? ചാരു, ചാരു മോളെ, എന്താടാ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. എന്തു പറ്റി? എന്തു പറ്റി നിനക്ക്? തലവേദനിക്കുന്നു. എന്താ മോളെ, നിനക്ക് സുഖമില്ലേ? എനിക്ക് തലവേദനിക്കുന്ന ഡാഡി, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഡാഡി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് കോഫി വേണം. കോഫിയല്ലേ? ഒരു നിമിഷം, ഒരു നിമിഷം. നന്നായി, കോഫി ഫ്ലാസ്കിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ട്. കഴിക്കുമോളെ. എന്തിനാ ഡാഡി ഇങ്ങനെ? ഒരു കോഫി ഫ്രഷ് ആയിട്ട് തന്നൂടെ? ഫ്ലാസ്കിൽ ഇരുന്ന് തരുന്ന എന്തിനാ? പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ തന്നെ ഇട്ട് കുടിച്ചേനെ. സോറിടാ, ഫ്രഷ് കോഫി എടുക്കണോ നിനക്ക്? എനിക്ക് വേണ്ട, പ്ലീസ്. തലവേദന മാറാൻ എന്തെങ്കിലും ബാം വേണോ? എനിക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? ഓ ഗോഡ്. എന്താ മോളെ, എന്തു പറ്റി ഇത്രയ്ക്ക് ഡള്ളായിരിക്കാൻ? ആ റാസ്കലിനെ നീ എങ്ങനെ കണ്ടോ? ആ റാസ്കലിനെ കണ്ടില്ല ഡാഡി. എക്സ്ക്യൂസ് മീ, ഇവിടെ മിസ്റ്റർ അയാളില്ലേ? അങ്ങനെ ആരുമില്ല. തിരു ഇവിടെ ഇല്ലേ? ആരോടത്തിന് അടിക്കാൻ അവൻ പോയിരിക്കാം. കൂലിത്തലിന് പോയാ പണം കുറെ കിട്ടുമല്ലോ. ഇതുപോലെ വെയിലത്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ.
ഞങ്ങളെ അവനെ മറന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ നീ വന്ന് തീരൂ മിസ്റ്റർന്ന്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോടി. അയാൾ എവിടെ പോയി? എനിക്കെന്താടാ? അവൻ പോക്രി, റാസ്കൽ. അവൻ ശരിയാവില്ല. അവൻ എങ്ങനെയായാലും എനിക്കെന്താടാ? എനിക്ക് എത്ര ജോലി ഉണ്ടെന്നറിയോ? ഞാനൊരു ഫീൽഡ് എക്സിക്യൂട്ടീവാ. ഞാൻ പല സ്ഥലങ്ങളിലും പോകും. അത് ചോദിക്കാൻ നീ ആരടാ? അവനോടുള്ള ദേഷ്യം നീ എന്നോട് തീർക്കുന്ന എന്തിനാടാ? ഞാനെന്താ അവനെ പോലെ പറ്റിക്കുന്നവളാ? ആ ചീറ്റ്, ആ ഹാർട്ട്ലെസ് ചീറ്റ്. അവനെ പറ്റി എന്തിനാ എന്നോട് സംസാരിക്കുന്നത്?